ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതെന്ന് 1938 ഫെബ്രുവരി 23 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എവിടെയാണ് രൂപം കൊണ്ടത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് രൂപം കൊണ്ടത്. ഏതാണ് വർഷം? 1938 ഫെബ്രുവരി 23. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറിമാർ ആരായിരുന്നു? PS നടരാജപിള്ളയും KT തോമസുമായിരുന്നു. KT തോമസ്. 2 സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ. PS നടരാജപിള്ള, KT തോമസ് എന്നിവരായിരുന്നു സെക്രട്ടറിമാർ. ഇനി ട്രഷറർ ആരായിരുന്നു? ആദ്യ ട്രഷറർ ആരായിരുന്നു? MR മാധവ വാര്യർ ആയിരുന്നു ട്രഷറർ. MR മാധവ വാര്യർ. നമുക്കൊന്നുകൂടി നോക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938 ഫെബ്രുവരി 23 എവിടെ വെച്ചാണ് രൂപം കൊണ്ടത്? തിരുവനന്തപുരം. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. ഇനി സെക്രട്ടറിമാർ ആരെല്ലാമായിരുന്നു? 2 സെക്രട്ടറിമാരുണ്ടായിരുന്നു. PS നടരാജപിള്ളയും KT തോമസുമായിരുന്നു സെക്രട്ടറിമാർ. ഇനി ട്രഷറർ ആരായിരുന്നു? MR മാധവ വാര്യർ ആയിരുന്നു ട്രഷറർ. MR മാധവ വാര്യർ. ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവായിരുന്നു. വട്ടിയൂർക്കാവായിരുന്നു ആദ്യ വാർഷിക സമ്മേളന വേദി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഏതു വർഷമായിരുന്നു? 1721. ആറ്റിങ്ങൽ കലാപം വർഷം 1721. അങ്ങനെ ഓർത്താൽ മതി. 1721. ആറ്റിങ്ങൽ കലാപം 1721 1721 ഏപ്രിൽ 15. ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു? ഗിഫോർഡ് ആയിരുന്നു ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഗിഫോർഡ് ആയിരുന്നു ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയുടെ പേരെന്താണ്? വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു ആ ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് വർഷമായിരുന്നു ഉടമ്പടി? വേണാട് ഉടമ്പടി 1723 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു വേണാട് ഉടമ്പടി. 1923 ഒപ്പുവെച്ചത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നുണ്ടായ ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1721. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇനി ആരാണ് മരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡാണ്. ഗിഫോർഡും 150ഓളം മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെടുകയുണ്ടായി. ഏതാണ് വർഷം? ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്.
ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം 1921 മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡി. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ടി.എസ്. ഹിച്ച്കോക്ക് ആണ്. ടി.എസ്. ഹിച്ച്കോക്ക് ആണ് കലാപകാരികളെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് കലാപകാരികളെ കൊണ്ടുപോയത്. കോയമ്പത്തൂർ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ടി.എസ്. ഹിച്ച്കോക്കിൻ്റെ നേതൃത്വത്തിലാണ് കലാപകാരികളെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വാഗൺ ട്രാജഡി എന്ന ദുരന്തം ഉണ്ടായത്. ഇനി വാഗൺ ട്രാജഡി എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? പോത്തന്നൂർ സ്റ്റേഷനിലാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരാണ്? അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? A.R. നേപ്പ് കമ്മീഷൻ. A.R. നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. എന്നാൽ മലബാറിലെ മാപ്പിള കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. A.R. നേപ്പ് കമ്മീഷൻ എന്താണ്? വാഗൺ ട്രാജഡിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് A.R. നേപ്പ് കമ്മീഷൻ. മലബാർ കലാപത്തെക്കുറിച്ച് വില്യം ലോഗൻ കമ്മീഷൻ. ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? ദുരവസ്ഥ. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി എന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്? 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു അല്ലേ? പയ്യന്നൂരായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂർ. ഏതാണ്? പയ്യന്നൂരാണ് രണ്ടാം ബർദോളി. ഇനി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 32 പേരായിരുന്നു കെ കേളപ്പൻ്റെ സാന്നിധ്യത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത് 32 പേരായിരുന്നു. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനമേതായിരുന്നു? ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമേതായിരുന്നു? വരിക സഹചരേ ആയിരുന്നു ഗാനം. ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനമാണ് വരിക സഹചരി. ഈ ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ളയാണ് ഈ ഗാനം രചിച്ചത്. അംശി നാരായണ പിള്ള. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചതാരായിരുന്നു? T.R. കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത്.
കോഴിക്കോട് ജില്ലയിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവാരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. ദിവസം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1930 ഏപ്രിൽ 13 ആയിരുന്നു. 1930 ഏപ്രിൽ 13. ആരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു. എത്ര പേരടങ്ങുന്നതായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സംഘം? എത്ര പേരായിരുന്നു? 32 പേരായിരുന്നു. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിനായി തയ്യാറായത് 32. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 32. ഏത് ഗാനമാണ് അവർ ആലപിച്ചിരുന്നത്? വരിക വരിക സഹചരെ എന്ന ഗാനം. ആര് രചിച്ചതാണ് ഈ ഗാനം? അംശി നാരായണപിള്ള. ഇനി പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്കുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചതാരായിരുന്നു? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറായിരുന്നു. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഉപ്പു സത്യാഗ്രഹത്തിന് ശേഷം 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. PC കുഞ്ഞിരാമൻ അടിയോടി. ഭഗത് സിംഗിൻ്റെ നോജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിൻ്റെ ശ്രമഫലമായി 1934 ഏപ്രിൽ 13 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവസംഘം. ആരുടെ നേതൃത്വത്തിലാണ്? AV കുഞ്ഞമ്പുവിൻ്റെ ശ്രമഫലമായി എന്നാണ് 1934 ഏപ്രിൽ 13 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവസംഘം. ഈ അഭിനവ് ഭാരത് യുവസംഘമാണ് കണ്ണൂരിൽ 1935 രൂപം കൊണ്ട കർഷക സംഘം എന്ന സംഘടന രൂപം കൊള്ളാൻ കാരണം അഭിനവ് ഭാരത് യുവസംഘമാണ്. കർഷക സംഘം രൂപം കൊണ്ടതെന്നാണ് 1935 കരുവള്ളൂറാണ്. കരിവെള്ളൂരിലാണ് കർഷക സംഘം രൂപീകരിക്കപ്പെട്ടത്. 1935 കർഷക സംഘം രൂപീകരിക്കപ്പെട്ടത് കരിവെള്ളൂരിലാണ്. അതിൻ്റെ മുഖ്യ കാരണം അഭിനവ് ഭാരത് യുവസംഘത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് കർഷക സംഘം രൂപം കൊണ്ടത്. 1935 കർഷക സംഘം കരുവെള്ളൂരിൽ വെച്ച് രൂപം കൊണ്ടത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ഒറ്റപ്പാലം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വച്ചാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഇനി അധ്യക്ഷനാരായിരുന്നു? അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ടി പ്രകാശം. എവിടെ വെച്ചാണ് നടന്നത്? ഒറ്റപ്പാലത്ത് വെച്ച്. 1921 ആദ്യത്തെ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം. 1941. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത് എന്ന്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത് എന്ന്? 1939 സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്.
മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ശ്രദ്ധിക്കണം, വ്യാകരണ ഗ്രന്ഥമാണ്. വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഫ്രാൻസിസിൻ്റെ വ്യാകരണം എന്ന് ഓർത്ത് വയ്ക്കാം. ഫ്രാൻസിസിൻ്റെ വ്യാകരണം അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ വ്യാകരണം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര്? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര്? ആരാണ് നിഘണ്ടു രൂപപ്പെടുത്തിയത്? അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടുവാണ് രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇതിലെന്താ? നിഘണ്ടു പാതിരി അങ്ങനെ ഓർത്തിരിക്കണം. നിഘണ്ടു പാതിരി എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ, നിഘണ്ടു പാതിരി എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മിസ്റ്റേക്ക് വരില്ല ആരാണ് എഴുതിയതെന്ന്. ഇത് നിഘണ്ടു പാതിരി. മറ്റേതേതാണ് നമ്മൾ പറഞ്ഞത്? ഫ്രാൻസിസിൻ്റെ വ്യാകരണം. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത്? ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. എന്താ? മലയാളം ഇംഗ്ലീഷ് അല്ലേ? ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത്? ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളമാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവാണ് ബെഞ്ചമിൻ ബെയ്ലി. ഈ ഹെർമൻ ഗുണ്ടർട്ട് എന്താണ്? ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പം മലയാളിയായ ഹെർമൻ. അപ്പം നമുക്കതിൽ നിന്ന് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണെന്ന് മനസ്സിലാക്കാം. മലയാളി ഹെർമൻ. അപ്പം നമ്മൾ ഒരു കോഡ് ആലോചിച്ച് വെച്ചാൽ മതി. മറ്റേത് ഇംഗ്ലീഷ് മലയാളമാണ്, അത് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ടു ഇംഗ്ലീഷ് ആരാണ്? മലയാളി ഹെർമൻ, അതായത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ LMSൻ്റെ പ്രവർത്തന മേഖല ഏതാണ്? തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന കേന്ദ്രം? CMS. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന കേന്ദ്രം കൊച്ചി, തിരുവിതാംകൂറാണ്. CMSൻ്റെ പ്രവർത്തന കേന്ദ്രം കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന കേന്ദ്രം? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന കേന്ദ്രം മലബാറാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്നതെവിടെ? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്നതെവിടെ? പാലക്കാടാണ്. ആനി ബസന്റിൻ്റെ നേതൃത്വത്തിൽ 1916 പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ഐക്യ കേരള പ്രമേയം പാസാക്കിയ സമ്മേളനമായിരുന്നു തൃശ്ശൂരിൽ വെച്ച് നടന്ന 1947 തൃശ്ശൂരിൽ വെച്ച് നടന്നത്. ഐക്യ കേരള പ്രമേയം പാസാക്കിയ സമ്മേളനം. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് എവിടെ?
വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യമായി നടത്തിയത് എവിടെ? മലബാറിലാണ് ആദ്യമായി വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇനി പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി. ഒന്നുകൂടി നോക്കാം. പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. പഴശ്ശിരാജാവ് മരിച്ചത് എവിടെയാണ്? വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരിച്ചത്. വയനാട്ടിലാണ് പഴശ്ശിരാജ മരിച്ചത്. അതിൽ പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.